ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത്രയും മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആ വീടിന്റെ ചുറ്റും മരമാണ്. എന്താണ് ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരങ്ങൾ ഉള്ളപ്പോ ഈ മരങ്ങളുടെ നിഴല് ഈ സോളാർ പാനലിന്റെ മേലിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ ആ ഭാഗത്തുള്ള മരങ്ങളുടെ നിഴൽ ഇതിൽ വന്നു തുടങ്ങി. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ സോളാറിന്റെ വീഡിയോസ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർക്ക് സോളാറുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതെല്ലാം തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ ഷഫീഖിനെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടി. ഇപ്പൊ എനിക്ക് 4 മാസമില്ലേ? 4 മാസത്തിൽ കൂടുതൽ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ആലുവയിൽ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്, ചുറ്റിനും മരങ്ങളാണ്. ആ മരത്തിനിടയിൽ സോളാർ വെക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്ന ആൾക്കാർക്ക് ഒരു പരിഹാരവും, അത് മാത്രമല്ല അതിന് വെക്കേണ്ട ഇൻവെർട്ടർ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ? ഒരുപാട് ആൾക്കാർക്കുള്ള സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഈ ഇതെന്താ ഷെഫിക്ക് ആക്ച്വലി എങ്ങനെ? ആക്ച്വലി ഇവിടെ നമ്മൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെർട്ടറാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ പലരും ഇപ്പൊ പല വീഡിയോസിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മൈക്രോ ഇൻവെർട്ടേഴ്സ് പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് ഒരു സ്ഥലത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിന് ഒരു കാരണം ഉണ്ടാവണം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത്രയും മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആ വീടിന്റെ ചുറ്റും മരമാണ്, നല്ല പുഴയുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരങ്ങൾ ഉള്ളപ്പോ ഈ മരങ്ങളുടെ നിഴല് ഈ സോളാർ പാനലിന്റെ മേലിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വീണ് കിടപ്പുണ്ട് ഇപ്പൊ തന്നെ. അതെ, ഈ ഇലകൾ വീഴുന്നതല്ല ഞാൻ പറയുന്നത്, നിഴല് വീഴുന്നത് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോ കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ ആ ഭാഗത്തുള്ള മരങ്ങളുടെ നിഴല് ഇതിൽ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതിന്റെ നിഴലുകൾ ഇവിടെ ഉണ്ടാകാം. അതേപോലെ സൂര്യന്റെ പാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 6 മാസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാത്തുകൾ മാറി വരും. നമ്മുടെ നിഴലുകൾ നമ്മുടെ വീട്ടിൽ മാറി വരാറുണ്ടല്ലോ. അതനുസരിച്ച് ഈ പല മരങ്ങളുടെ നിഴലുകൾ ഈ സോളാർ പാനലിന്റെ മേലിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കണ്ടോ, ഈ ഓരോ സോളാർ പാനലിന്റെയും അടിയിൽ ഈ ഇരിക്കുന്ന സാധനം, അതായത് ഓരോ സോളാർ പാനലിന്റെ അടിയിൽ നമ്മൾ ഓരോ ഇൻവെർട്ടർ വെച്ചിട്ട് വെക്കും. അപ്പൊ അതായത് ഇത് ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ തന്നെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, 8-9 പാനലൊക്കെ വെക്കുമ്പോൾ അതിന്റെ കൂടെ വെക്കുന്ന ഇൻവെർട്ടർ പോലെ തന്നെ ഓരോ സോളാർ പാനലിന്റെ അടിയിലും നമ്മളൊരു ഇൻവെർട്ടർ വെക്കും. ഈ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആ ഇൻവെർട്ടർ മുഖാന്തരമായിട്ട് നമ്മൾ AC ആക്കിയിട്ട്, അതായത് നേരെ KCB കൊടുക്കാൻ പറ്റുന്ന വൈദ്യുതി ആക്കിയിട്ട് ഒരുമിച്ച് കൂട്ടി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ സംശയം, ഇപ്പൊ ഒരുപക്ഷെ വീഡിയോ കാണുന്ന ആൾക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ അവരുടെ ഒരുപക്ഷെ ഇതേപോലെ മരത്തിന്റെ അവിടെ ആയിരിക്കും ഉള്ള സ്ഥലത്ത് ഒരു സോളാർ വെച്ച് കാണാം, മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ഇനി മൈക്രോ ഇൻവെർട്ടർ വെക്കണോ? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? അതായത് ഇതിപ്പോ എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഒരു വീടിന് മേളിൽ നമുക്ക് നിഴലില്ല എന്നുണ്ടെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ വെച്ചാലും കുഴപ്പമില്ല, സ്പ്രിംഗ് ഇൻവെർട്ടർ വെച്ചാലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൈക്രോ ഇൻവെർട്ടറിന്റെ കോസ്റ്റിംഗ് കുറച്ച് കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു നിഴലില്ലാത്ത വീടാണെങ്കിൽ നിർബന്ധമായിട്ടും സ്പ്രിംഗ് ഇൻവെർട്ടർ വെച്ചാൽ മതി ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അവർക്ക് എന്താ പറയുക, ഭാവിയിൽ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പറയുള്ളൂ മൈക്രോ ഇൻവെർട്ടർ. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ എല്ലാവരും തന്നെ സ്ട്രിംഗ് ഇൻവെർട്ടർ വെച്ചാൽ മതി എന്നേ പറയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു സ്ട്രിംഗ് ഇൻവെർട്ടറിൽ നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നതാണെങ്കിൽ അവിടെ നമ്മളിപ്പോൾ മൈക്രോ ഇൻവെർട്ടർ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് പാനലുകൾ ആഡ് ചെയ്യണം. കുറച്ച് 3-4 പാനലും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ വെച്ചും സ്ട്രിംഗ് ഇൻവെർട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഒരു കോമൺ ആയിട്ടുള്ള, ഇപ്പോൾ മൈക്രോ ഇൻവെർട്ടർ വെക്കുന്നതുകൊണ്ട് കസ്റ്റമറായ ഇപ്പം എന്നെ പോലുള്ള ആൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്? കസ്റ്റമർ കിട്ടുന്ന ബെനിഫിറ്റ് അതാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന നിഴലിലാണ് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഉദാഹരണത്തിന് ഈ മരത്തിൽ നിന്നുള്ള നിഴല് ഇത്രയും 2-3 ആ അറ്റത്തുള്ള 4 സോളാർ പാനലിലാണ് വീഴുന്നതെന്ന് ആലോചിക്കാം. ശരി, ഓക്കെ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ, ആ 4 പാനൽസിന്റെ ഔട്ട്പുട്ടിൽ മാത്രമേ ഡ്രോപ്പ് വരുള്ളൂ. കാരണം ഓരോന്നും ഓരോ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇപ്പുറത്തേക്കൊക്കെ ഇരിക്കുന്ന ബാക്കിയെല്ലാ ഇൻവെർട്ടറിൽ നിന്നും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആ പറയുന്ന 2-3 പാനലിന്റെ മാത്രം ഔട്ട്പുട്ട് കുറയുള്ളൂ. അതേസമയം അതിനിപ്പോ ആ സൂര്യന്റെ പാത്ത് മാറി ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോൾ ആ ഭാഗത്തുള്ള നമ്മുടെ ചെടികളുടെ നിഴല് ആ ഭാഗത്തുള്ള പാനലിൽ മാത്രം വീഴുകയാണെങ്കിൽ ഇപ്പുറത്തേക്കുള്ള എല്ലാ പാനലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു പാനലിൽ വീഴുന്ന നിഴലും അല്ലെങ്കിൽ ഷാഡോ മറ്റൊരു പാനലിന്റെ ഔട്ട്പുട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് മൈക്രോ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് ബെനിഫിറ്റ്. അതെ. പ്രൈസിംഗ് വ്യത്യാസമുണ്ട്. കുറച്ച് സ്ട്രിംഗ് ഇൻവെർട്ടർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് മൈക്രോ ഇൻവെർട്ടർ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൃത്യമായ ഷാഡോനെ ടാക്കിൾ ചെയ്യണം. അതായത് മാക്സിമം ഔട്ട്പുട്ട് അവിടുത്തെ നിഴലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കണം എന്ന രീതിയിലുള്ള ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളൂ, മൈക്രോ ഇൻവെർട്ടർ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാനിത് വന്നപ്പോഴേ നിങ്ങളോട് ചോദിക്കണം, ഞാൻ ആദ്യം കണ്ടെന്ന് അറിയാം ഷഫീഖ്, ഇപ്പൊ ഈ സാധനം വെച്ചേക്കുന്ന പാനലിന്റെ അടിയിലല്ലേ? അതെ. നനയുവോ? നനഞ്ഞാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
നനയില്ല, ഒന്നാമതായിട്ട് നനയില്ല, കാരണം സോളാർ പാനലിന് നേരെ അടിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ അതിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻസും അതിനുണ്ട്. അതെ. ഓക്കെ. നോർമലി ഇപ്പം മൈക്രോ ഇൻവെർട്ടർ വെക്കുന്നതുകൊണ്ട് കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ അങ്ങനത്തെ ഇല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അതങ്ങനെ ചില ആൾക്കാർ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങനെയുള്ള കൂടുതൽ ഉൽപ്പാദനം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഈ പറയുന്ന ഷെയ്ഡിനെ നമുക്ക് ടാക്കിൾ ചെയ്യാനും പറ്റും. ഇതൊരു വലിയ സാധനം. എത്ര ഉണ്ട് ഷെഫിക്ക് ഇത് ഏകദേശം 22 കിലോവാട്ടിന്റെ സിസ്റ്റമാണ്. 22 കിലോവാട്ടിന്റെ സിസ്റ്റം 88 യൂണിറ്റ് ആവറേജ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഫുൾ ഇതാണല്ലേ? അതെ. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് മരത്തിന് ചുറ്റും ഇങ്ങനത്തെ ഒരു അല്ല, നമ്മൾ ഇത്രയും മരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോ ഇൻവേർട്ടർ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ആണല്ലേ? മൈക്രോ ഇൻവേർട്ടർ ഒരു പുതിയ ടെക്നോളജിയാണ്, പുതിയ അഡ്വാൻസ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പ്രൊമോട്ട് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. ഞങ്ങൾ പൊതുവേ ഈ പറയുന്ന ഇങ്ങനൊരു റിക്വയർമെന്റ് ഉണ്ട്, ഷാഡോ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം പ്രൈസ് ആ കോസ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഷാഡോഡ് ഇഷ്യൂ എങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ആ കോസ്റ്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ എപ്പോഴും ഒന്ന് പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറും മൈക്രോ. ടെക്നിക്കൽ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇത് മൊത്തത്തിൽ എനിക്കൊരു കൗതുകമാണ്. ഇപ്പം മൈക്രോ ഇൻവെർട്ടറിൽ നേരെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ നിങ്ങൾ പറയുന്നത് അല്ലേ? അവിടെ നേരെ KCB കൊടുക്കുകയാണ്. അത് ഇവിടെ നിന്ന് എല്ലാം കൂടി വന്നിട്ട് അടിയിൽ വന്നൊരു DB ബോക്സിൽ കയറിയിട്ട് അവിടെ നിന്ന് സിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ഒരു ഡെക്ട് ഉണ്ടല്ലോ, ഈ ഒരു വാക്ക് വേ. അപ്പൊ വല്ല കറണ്ട് കടിയോ? ഒരു കറണ്ട് അടിക്കില്ല. അത് ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് സ്ട്രക്ചർ വേറെയാണ്. എന്നറിയോ, ഞങ്ങള് ഡയറക്റ്റ് KCBക്ക് ഇവിടെ നിന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ വേറെ ലൈനാണ്. അത് ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതിപ്പോ സ്ട്രക്ചർ വേറെയാണ്. സോളാർ പാനൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോളാർ പാനലിൽ നിന്ന് ഇവിടെ ഇപ്പൊ നോക്കിയാൽ അറിയാം നമുക്ക് ഇൻവെർട്ടർ ഉണ്ടാകും. ആ ഇൻവെർട്ടറിൽ നിന്ന് എല്ലാം ക്ലബ് ചെയ്ത് അതിന്റെ അടിയിലേക്ക് പോവുകയാണ്. അത് പ്രോപ്പർലി വയർഡാണ്. ഇതിന്റെ അതിന് വേണ്ട സെർച്ച് പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല, എന്നെ ഇതിന്റെ അത്ഭുതപ്പെടുത്ത വേറെ കാര്യം പറയട്ടെ. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് കാണുന്ന ഒരു വീടുമാണ്. താഴെ നോക്കി അറിയാൻ പറ്റും ഓടിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. പക്ഷെ ഈ സ്ട്രക്ചർ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെറുതെ കൊട പിടിച്ച പോലെയുള്ള ഫീലും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല എന്നുള്ളത് ഫാക്ടറാണ് അല്ലേ? നമ്മൾ ഡിസൈനിങ്ങിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സ്ട്രക്ചർ ഒക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് നമ്മളൊരു പ്രത്യേകത, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അധികം വ്യൂ കിട്ടിയില്ല. നേരത്തെ ഭാഗത്ത് നോക്കിയപ്പോൾ ആകെ കുറച്ച് ബാലൻസ് അവിടെ നിന്ന് കാണാറുണ്ട്. പുറത്തേക്ക് കാണയില്ല. എന്നാൽ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് സീലിംഗ് ചെയ്തത്, ലീക്കേജ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. രീതിയിലാണ് പ്ലാൻ ചെയ്തത്. എന്തായാലും സന്തോഷം. നമ്മൾ സോളാർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള നമ്മുടെ പർപ്പസ്. ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ ആൾക്കാർ അല്ലേ, അവരെ സഹായിക്കുക അല്ലേ. സോളാറുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുക എന്നുള്ള മാത്രമാണ് നമ്മുടെ വീഡിയോയുടെ പർപ്പസ്. ഇനി ആരെങ്കിലും വിളിച്ച് മേടിച്ചാൽ എനിക്ക് പക്ഷെ എല്ലാവരും ആശംസ അനുപറ കാണാട്ടോ. എന്നാലും ഇത്രയും നാളും നമ്മൾ മേളിലൊക്കെ നിന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.